ചക്ക സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചക്ക വിഭവങ്ങളായിരിക്കുമല്ലേ. ചക്കക്കുരു തോരൻ, ചക്കക്കുരു മാങ്ങയും, പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ വിഭവങ്ങളാണ്. അപ്പോൾ ഇത്തവണ ട്രെൻഡിങ് ആയിട്ട് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള ജ്യൂസാണ്. നല്ല കിടിലൻ ജ്യൂസാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. വളരെ സിമ്പിളായിട്ടുള്ള ചക്കക്കുരു ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കയുടെ സീസൺ അല്ലേ, ചക്കയുടെ ഒന്നും തന്നെ കളയാനില്ല. ചക്കക്കുരു ഇരട്ടി ഗുണം കൂടിയാണ്. അപ്പോൾ ചക്കക്കുരു ഉപയോഗിച്ചുള്ള ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചക്കക്കുരു വേണം. ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ. ഒരു 10 ചക്കക്കുരു ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാല് വേണം 1.5 കപ്പ്, പഞ്ചസാര ആവശ്യത്തിന്, ഏലക്കായ 3 എണ്ണം, ഐസ് ക്യൂബ് വേണമെങ്കിൽ മാത്രം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. കൂടുതൽ ഗ്ലാസ് ചക്കക്കുരു ജ്യൂസ് വേണമെന്നുള്ളവർ കൂടുതൽ ചക്കക്കുരുവും കൂടുതൽ പാലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ് ചക്കക്കുരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചക്കക്കുരു ഫുള്ളായിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ആ വെള്ള തൊലി കളയുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ചുവന്ന തൊലിക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം. അപ്പോൾ അതിൻ്റെ ഗുണം പോകാതിരിക്കാനായിട്ടാണ് ഫുള്ളായിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ചുവന്ന തൊലിയിലെ ഗുണങ്ങളും കൂടെ നമുക്ക് കിട്ടും, അതൊട്ടും പോകില്ല. അപ്പോൾ 3 വിസിൽ കേൾക്കുന്ന വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓരോ കുരുവിനും പല പല വേകുന്ന പാകമായിരിക്കും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം. പല കുരുവും വേകാനായിട്ട് ചിലത് താമസം വരും, ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വെന്ത് പോയാലും പ്രശ്നമൊന്നും. അപ്പോൾ ഇതാ 3 വിസിൽ അടിച്ചിട്ടുണ്ട്, വെന്ത് കഴിഞ്ഞു. ഇത് ചൂടാറുമ്പോൾ നമുക്ക് തൊലി പൊളിച്ച് കളയാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്ന തൊലിയോട് കൂടിയ ചക്കക്കുരു നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഏലക്ക പൊളിച്ച് ഏലക്കായുടെ കുരു കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തന്നെ നമുക്ക് പാല് കുറച്ച് ആദ്യം ചേർത്താൽ മതി കേട്ടോ, ബാക്കി പാല് പിന്നീട് ചേർക്കാം. അപ്പോൾ കുറച്ച് പാലും ആവശ്യത്തിന് പഞ്ചസാര. ഞാനിവിടെ ഒരു ഏകദേശം 4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ക്കും ജ്യൂസും ഒക്കെ ആകുമ്പോൾ കുറച്ച് നല്ല മധുരം മുന്നിട്ട് നിൽക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മധുരം ആവശ്യത്തിന് നിങ്ങൾ ചേർത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ, നന്നായിട്ട് അടിച്ചെടുക്കാം. അതിൻ്റെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ചുവന്ന തൊലിയും എല്ലാം അതിനകത്ത് നന്നായിട്ട് അരഞ്ഞ് ചേർന്നോളും. ഒന്നടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പാല് കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. ഈ ചക്കക്കുരു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പാൽ അധികം ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് ഷെയ്ക്കിൻ്റെ ഒരു സ്റ്റൈലിൽ കഴിക്കാം. ഇനി പാല് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് പോലെ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഇതെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചക്കക്കുരു ജ്യൂസായിട്ട് കഴിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഒന്നല്ലെങ്കിൽ ചക്കക്കുരു ഷെയ്ക്കായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചക്കക്കുരു ജ്യൂസായിട്ടും ഉണ്ടാക്കാം. ഈ ചക്കക്കുരു ജ്യൂസിന് മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ബൂസ്റ്റ്, ബോൺവിറ്റ ഇതൊക്കെ ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഷെയ്ക്ക് പോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. ബദാം മിൽക്ക് മാറി നിൽക്കും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ബൂസ്റ്റും അല്ലെങ്കിൽ ബോൺവിറ്റയൊക്കെ ഇടുന്നത് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം, അടിപൊളിയാക്കി കഴിക്കാം. അപ്പോൾ തൽക്കാലം ഇതൊന്നും ലോക്ക്ഡൗൺ കാലം ആയതുകൊണ്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ബൂസ്റ്റോ അല്ലെങ്കിൽ ബോൺവിറ്റയോ നട്ട്സൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു ജ്യൂസ് കുടിച്ചോളൂ കേട്ടോ. ഐസ് ക്യൂബ് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ഐസ് ക്യൂബ് വേണ്ട, തണുപ്പ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തണുപ്പ് ഇടുന്നില്ല. പക്ഷേ ഐസ് ക്യൂബും കൂടെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ രുചിയാണ്. അപ്പോൾ ഐസ് ക്യൂബ് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ചക്കക്കുരുവിൽ സിങ്ക്, പൊട്ടാഷ്യം, കാൽസ്യം, കോപ്പർ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ മെലിഞ്ഞവർക്ക് ശരീരം വണ്ണം വയ്ക്കാനായിട്ട് ചക്കക്കുരു വളരെ നല്ലതാണ്. ചക്കക്കുരു കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്, ഇത്രയും ഗുണങ്ങളുള്ളത് കൊണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ പാടെ ഇല്ലാതാക്കാനായിട്ട് ചക്കക്കുരുവിന് കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ വിറ്റാമിൻ എ ഉള്ളതുകൊണ്ട് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, മാനസിക സമ്മർദ്ദം പരിഹരിക്കാനും ഈ ചക്കക്കുരുവിന് പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് ഒട്ടും കളയണ്ട ചക്കക്കുരു. ഇനി ഒരെണ്ണം പോലും മിസ്സാക്കണ്ട. എല്ലാ ചക്കക്കുരു എടുത്തു വെച്ചിട്ട് ചക്കക്കുരു ജ്യൂസ് കഴിച്ചോളൂ കേട്ടോ. ഈ ചക്കക്കുരു ജ്യൂസിലെ റിച്ച് പ്രോട്ടീനാണ് കേട്ടോ. പക്ഷെ വയറിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ കഴിക്കാതിരിക്കാൻ നല്ലത്. അല്ലാത്തവർക്ക് കുടിക്കാൻ നല്ല ഒന്നാന്തരം ജ്യൂസാണ്. ശരിക്കും ബദാം ജ്യൂസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ചക്കക്കുരു ജ്യൂസിൽ റിച്ച് പ്രോട്ടീൻ ആയതുകൊണ്ട് ഹെൽത്തിയുമാണ്. അധികം കഴിക്കണ്ട കേട്ടോ, ഒരു ഗ്ലാസ്സിൽ കൂടുതലൊന്നും അധികം ആരും കഴിക്കരുത്. കാരണം അത് ഗ്യാസും അതിൻ്റെ അതുപോലെ വയറിന് പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു ഗ്ലാസ് അതിൽ കൂടുതൽ കഴിക്കണ്ട. കിടുവാണ്, ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റി ജ്യൂസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മറക്കരുത്.
അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.